അങ്ങനെ മാനസിയെ വെള്ളം കുടിപ്പിക്കാൻ പോവുകയാണ് കൺമണി. ഇന്നത്തെ എപ്പിസോഡിൽ അതിനെ കാണിക്കുന്ന കൺമണിയും കൃഷി ഇങ്ങനെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. തുറന്ന് കാണിക്കുന്നത് സുജാതയാണ്. സുജാത കലണ്ടറിലെ കൃഷിന്റെ പുതിയ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഡേറ്റ് ഇങ്ങനെ തപ്പിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നാൽ ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് സാഗർ വരികയാണ്. തുറന്ന സാഗർ പിന്നെ സുജാതയോട് നീ ഇതെന്താണ് തപ്പുന്നതെന്ന് ചോദിക്കുകയാണ്. നീ എന്താ വല്ല ജോത്സ്യം തുടങ്ങിയെന്ന് ചോദിക്കുകയാണ്. തുറന്ന് സുജാത ഞാനത് ഓൺലൈനിലായി പഠിച്ചാലോ എന്ന് ചിന്തിക്കുകയാണ്. എനിക്ക് ഈ കൃഷിന്റെ കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. എന്നാൽ അത് കേട്ട് സാഗർ പിന്നെ സുജാതി ഒന്ന് കളിയാക്കുകയാണ്. അതിന് കൃഷി നിന്നെ അടുപ്പിക്കുമോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് സുജാത പിന്നെ സാഗറിനോട് നിങ്ങളൊരു കാര്യം ചെയ്യേ, നിങ്ങൾ കൃഷ്ണനോട് പറഞ്ഞ് എന്നെയും കൂടി കൂടെ കൂട്ടാൻ ആവശ്യപ്പെടണം എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് സാഗർ സുജാതയ്ക്ക് മുമ്പിൽ കൈകൂപ്പിക്കൊണ്ട് എന്നിട്ട് വേണം അവന്റെ വായിലിരിക്കുന്നത് ഞാൻ കേൾക്കാൻ. തുറന്ന് സുജാത പിന്നെ സാഗറിന് ഐഡിയാസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ മറ്റൊരു കാര്യം ചെയ്യേ, നിങ്ങൾ കൃഷ്ണനെ നിർബന്ധിക്ക്, എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ എന്നെയും കൂടി കൂടെ കൂട്ടാൻ നിർബന്ധിക്കുക എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് സാഗർ അതൊന്നും കൃഷി സമ്മതിക്കില്ല എന്ന് പറയുകയാണ്. നീ അവനോട് ചെയ്തൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ, അതിന്റെ തിരിച്ചടിയായിട്ട് നീ ഇത് കണ്ടോളാൻ പറയുകയാണ് സാഗർ. എന്നാൽ അത് കേട്ട് സുജാത വീണ്ടും അടുത്ത ഐഡിയ സാഗറിനോട് പറയുകയാണ്. എങ്കിൽ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾക്ക് തിരക്കാണ്, അതുകൊണ്ട് അമ്മയെ കൂടെ കൂട്ടാൻ കൃഷ്ണനോട് ആവശ്യപ്പെടുക എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് സാഗർ പിന്നെ സുജാതയുടെ മുഖത്ത് ഇങ്ങനെ തലയാട്ടിക്കൊണ്ട് നടന്നത് തന്നെ ഞാനില്ലാതെ കൃഷി എങ്ങോട്ടും പോകില്ല എന്ന് പറയുകയാണ്. ഞാനില്ലെങ്കിൽ കൃഷി അവന്റെ തീരുമാനം തന്നെ മാറ്റുമെന്ന് പറയുകയാണ്. തുടർന്ന് സുജാത ചെറിയൊരു വിഷമത്തോടുകൂടി അത് ശരിയാണ്, കൃഷി സാഗറിനെ സ്നേഹിച്ചു കൊല്ലുകയാണ്, എനിക്ക് തന്നെ ചിലപ്പോൾ അസൂയ തോന്നാറുണ്ട് കൃഷി സാഗറിനെ സ്നേഹിക്കുന്നത് കണ്ടിട്ട്. എന്നാൽ അത് കേട്ട് സാഗർ നീ ഇങ്ങനെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, ഞാൻ കൃഷിനെ അതുപോലെയാണ് ഇതുവരെ സ്നേഹിച്ചത്. തുടർന്ന് സുജാത വീണ്ടും സാഗറിനോട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കള്ളം പറഞ്ഞ് എന്നെയും കൂടെ കൂട്ടാൻ ആവശ്യപ്പെടുകയാണ്. തുറന്ന് കാണിക്കുന്നത് കൺമണിയുടെ വീടാണ്. കൺമണിയുടെ മുറിയിലേക്ക് ശ്രീനി വലിയൊരു ആധാരത്തിന്റെ കെട്ടുമായിട്ട് ചെല്ലുകയാണ്. ഈ വീട്ടിൽ ഈ ആധാരം എവിടെ വെക്കണമെന്ന് പോലും എനിക്കറിയില്ല, എനിക്ക് പേടിയാണ്, ഇവിടെയുള്ള ഒരാളെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറയുകയാണ്. ഈ ആധാരം പണയം വെച്ച് ഞാൻ കാശ് നിന്നെ ഏൽപ്പിക്കണം എന്നൊക്കെ പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണിയാകെ ടെൻഷൻ ആവുകയാണ്. അച്ഛൻ ഈ പറഞ്ഞതെല്ലാം കേട്ട് എനിക്ക് പേടിയാകുന്നു അച്ഛ, ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. തുറന്ന ശ്രീനി നീ അങ്ങനെ പറയരുത്, ഇതിന്റെ കാര്യമുണ്ട് എന്ന് പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ധനലക്ഷ്മി വരികയാണ്. എന്നാൽ ധനലക്ഷ്മി അവിടെ കണ്ട് കൺമണിയും ശ്രീനിയൊക്കെ ഒന്ന് പേടിക്കുകയാണ്. ഇവർ രണ്ടുപേരും സംസാരിച്ച് ധനലക്ഷ്മി എങ്ങാനും കേട്ട് കാണുമ്പോൾ ഒന്ന് പേടിച്ചിട്ടാണ് രണ്ടുപേരും നിൽക്കുന്നത്. തുറന്ന് ധനലക്ഷ്മി പിന്നെ ശ്രീനിയോട് വീടിന്റെ മുറ്റത്ത് ഒരു ഓട്ടോറിക്ഷ വന്നിരിക്കുകയാണ്, അച്ഛൻ ഇത് എങ്ങോട്ടാണ് പോകുന്നത് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ശ്രീനി ഒന്ന് പതറുകയാണ്. തുറന്ന് ശ്രീനിയെ ഞാൻ ഒരു അത്യാവശ്യത്തിന് പുറത്തൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീനി പുറത്തേക്ക് ചെല്ലുകയാണ്. എന്നാൽ ഈ സമയത്ത് ധനലക്ഷ്മി പിന്നെ കൺമണിയോട് അച്ഛൻ എങ്ങോട്ടാടി പോയതെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി ഒരു കള്ളം പറയുകയാണ്, എനിക്കറിയില്ല അച്ഛൻ എങ്ങോട്ടാണ് പോയതെന്ന്, ഏട്ടത്തിക്ക് അറിയണമെങ്കിൽ ഏട്ടത്തി തന്നെ പുറത്ത് പോയിട്ട് അച്ഛനോട് ചോദിച്ചോളാൻ പറഞ്ഞുകൊണ്ട് കൺമണിയും അവിടുന്ന് സ്കൂട്ടാവുകയാണ്. തുറന്ന് കാണിക്കുന്ന കൃഷും ദേവ്ജിയുമാണ്. കൃഷ് രാഹുലിനെ കാണുന്നതിന് വേണ്ടി ഇറങ്ങാൻ നിൽക്കുകയാണ്. പുതിയ ഓഫീസിന്റെ വാടകയെ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി പോകാൻ നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് ദേവ്ജിയുമായിട്ടാണ് കൃഷ് സംസാരിക്കുന്നത്. ദേവ്ജി ഇങ്ങി കൺമണി കുട്ടിക്കൊണ്ട് ഓഫീസിലേക്ക് പോകണ്ട, ഇന്നലെ നടന്ന എന്റെ പ്രതികാരം മാനസ ഇന്ന് കൺമണിയെ ഓഫീസിൽ വെച്ച് ചെയ്യുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ദേവ്ജി ഞാനത് എങ്ങനെ കൺമണിയോട് പറയുമെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷ് അതൊന്നും എനിക്കറിയില്ല, ഇനി കൺമണി മാനസയുടെ ഓഫീസിലേക്ക് പോകണ്ട എന്ന് പറയുകയാണ്. എന്നാൽ ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് കൺമണി വരികയാണ്. തുടർന്ന് കൺമണി പിന്നെ കൃഷ്ണനോട് ഞാൻ എന്തായാലും ഓഫീസിൽ പോയിരിക്കുമെന്ന് പറയുകയാണ്. ഇനി ആ കോൺട്രാക്ട് കാലാവധി തീരുന്നവരെ ഞാൻ മാനസയുടെ ഓഫീസിൽ ജോലിക്ക് പോയിരിക്കുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷ് ഞാൻ അതിന് സമ്മതിക്കില്ല എന്ന് പറയുകയാണ്. ഇത് കേസാവുന്നെങ്കിൽ കേസായിക്കോട്ടെ എന്ന് പറയുകയാണ്. അതിന് വരുന്ന കോമ്പൻസേഷൻ ഞാൻ കൊടുത്തോളാം എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ദേവ്ജി ഒന്ന് ചിരിക്കുകയാണ്. അതിന് നമ്മുടെ കയ്യിൽ വലുതും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ വെറുതെ നീ എന്തിനാണ് കോമ്പൻസേഷന്റെ കാശും കൂടി തരപ്പെടുത്താൻ നടക്കുന്നത്. എന്നാൽ അത് കേട്ട് കൺമണി അതൊന്നുമല്ല ഇപ്പോഴത്തെ പ്രശ്നം, ഞാൻ ഇപ്പോൾ മാനസയുടെ ഓഫീസിലേക്ക് പോകാതിരുന്നാൽ കേസാകും, അതുപോലെ തന്നെ മാനസ മറ്റൊരു കള്ളക്കേസും കൂടി എടുക്കുമെന്ന് പറയുകയാണ്. ഞാൻ ഓഫീസിൽ നിന്ന് ഫയൽസും മറ്റു സാധനങ്ങളെല്ലാം മോഷ്ടിച്ചു എന്നൊരു കള്ളക്കേസും കൂടി മാനസ പോലീസിൽ പരാതി കൊടുക്കും. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ എന്തുണ്ടാകുമെന്ന് കൃഷ്ണനോട് ചോദിക്കുകയാണ്. നമ്മൾ എന്തിനാണ് ആവശ്യമില്ലാത്ത വള്ളി കയറി പിടിക്കാൻ നിൽക്കുന്നത്, തൽക്കാലം ആ കോൺട്രാക്ട് കാലാവധി തീരുന്നവരെ ഞാൻ ഓഫീസിലേക്ക് പോയിക്കോളാം എന്ന് പറയുകയാണ്. കുഴപ്പമില്ല, ഇത് ഞാൻ സാറിന് വേണ്ടി എടുക്കുന്ന ത്യാഗമാണെന്ന് പറയുകയാണ്. സാർ അപ്പോഴേക്ക് പുതിയ കമ്പനിയെല്ലാം സ്റ്റാർട്ട് ചെയ്തോളാൻ പറയുകയാണ്. രഹസ്യമായിട്ട് പുതിയ കമ്പനി സ്റ്റാർട്ട് ചെയ്യേ, അതിനുശേഷം നമുക്ക് മാനസിക്ക് പണി കൊടുക്കാമെന്ന് പറയുകയാണ്. പിന്നെ എന്നെ കുറിച്ച് ഓർത്തൊന്നും സാറ് പേടിക്കണ്ട, മാനസ ഇങ്ങോട്ട് എന്തെങ്കിലും പണി തന്നാൽ തിരിച്ചെങ്ങനെ അത് കൊടുക്കണമെന്നും എനിക്കറിയാമെന്ന് പറയുകയാണ് കൺമണി. ഇനിയിപ്പോൾ മാനസിയെ പേടിക്കേണ്ട കാര്യമൊന്നും നമുക്കില്ലല്ലോ, എന്നെ അടിച്ചാൽ ഞാൻ കയറി മാന്തിക്കോളാം എന്ന് പറയുകയാണ് കൺമണി. ഇത് പറഞ്ഞുകൊണ്ട് കൺമണി അവിടുന്ന് പോവുകയാണ്. തുറന്ന് കാണിക്കുന്നത് അലിയുടെ ഓഫീസിൽ ദേവ്ജിയും കൺമണി ഓഫീസിൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് ഒരു സ്റ്റാഫ് വന്നിട്ട് കൺമണിയും ദേവ്ജിയും MD വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് പോവുകയാണ്. തുടർന്ന് കൺമണിയും ദേവ്ജിയും
മാനസിയുടെയും അച്ഛൻ്റെയും ആ ക്യാബിനിലേക്ക് ചെല്ലുകയാണ്. എന്നാൽ ഈ സമയത്ത് അവരെ അങ്ങോട്ട് വിളിച്ചു വരുത്തി മാനസിയുടെ അച്ഛനും ജയമോഹനും കൂടി മറ്റെന്തൊക്കെയോ സംസാരിച്ച് ഇവർ രണ്ടുപേരെ ഇങ്ങനെ കാലിൽ നിർത്തുകയാണ്. അങ്ങനെ പരസ്പര ബന്ധമില്ലാത്ത മാനസിയുടെ അച്ഛനും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് സമയം കളയുകയാണ്. അന്നേരം അത്രയും കൺമണിയെയും ദേവ്ജിയും അവിടെ കാത്തു നിർത്തുകയാണ്. തുറന്ന് ദേവ്ജി പിന്നെ മാനസിയുടെ അച്ഛനോട് എന്താണ് അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞു ചോദിക്കുകയാണ്. തുറന്ന് ജയമോഹൻ താനൊന്ന് നിൽക്കുക, ഞങ്ങളിതൊന്ന് സംസാരിച്ച് തീർത്തോട്ടെ എന്ന് പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് ജയമോഹനും മാനസിയും കൂടി സംസാരിക്കുന്ന പുതിയ ഒരു ഡിസൈനറെ കമ്പനിക്ക് വെക്കുന്ന കാര്യത്തെ കുറിച്ചാണ്. കൺമണിയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് അവരിതൊക്കെ സംസാരിക്കുന്നത്. തുടർന്ന് ജയമോഹൻ തന്റെ തീരുമാനം കൺമണിയെ അറിയിക്കുകയാണ്. ഇനി മുതൽ അലിഗയിലെ ഡിസൈനിങ് സെക്ഷനിൽ കൺമണി കയറണ്ട, കൺമണി ഇവിടുത്തെ ഒരു ഡിസൈനും ഇടപെടണ്ട എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ദേവ്ജിയും കൺമണിയൊക്കെ ഞെട്ടുകയാണ്. തുടർന്ന് ദേവ്ജി പിന്നെ മാനസിയോടും ജയമോഹനോടും അതെങ്ങനെ ശരിയാക്കും, കൺമണിയാണല്ലോ ഇവിടുത്തെ ചീഫ് ഡിസൈനർ. എന്നാൽ അത് കേട്ട് ജയമോഹനും മാനസിയും അതൊക്കെ പണ്ട്, ഇനി എന്തായാലും കൺമണി ഈ കമ്പനിക്ക് വേണ്ടി ഒന്നും ഡിസൈൻ ചെയ്യണ്ട എന്ന് പറയുകയാണ്. തുടർന്ന് ദേവ്ജിക്കും ഒരു പണി കൊടുക്കുകയാണ്. അലിക തുടങ്ങിയ കാലം മുതൽ ഇതുവരെയുള്ള എല്ലാ പ്രോജക്റ്റിന്റെയും ഫയൽസ് അതേ ഓർഡറിൽ സെറ്റ് ചെയ്യാൻ പറയുകയാണ്. എന്നാൽ അത് കേട്ട് ദേവ്ജി അതൊക്കെ കമ്പ്യൂട്ടറിൽ ഉണ്ടല്ലോ എന്ന് തിരിച്ചു ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ജയമോഹൻ ആ കമ്പ്യൂട്ടറിലുള്ളത് അവിടെ ഇരുന്നോട്ടെ, അതിലൊരു ത്രില്ലില്ല, താൻ ആദ്യം ഞാൻ പറഞ്ഞാൽ ശരിക്കും പോയി ആ ഫയലുകളെല്ലാം അതേ ഓർഡറിൽ സെറ്റ് ചെയ്ത് വരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ദേവ്ജി അവിടുന്ന് പറഞ്ഞു വിടുകയാണ്. തുടർന്ന് കൺമണിയോട് പിന്നെ മാനസിയും ജയമോഹനും നല്ല ഗൗരവത്തിൽ ഇനി മുതൽ കൺമണി ഈ കമ്പനിക്ക് വേണ്ടി ഡിസൈൻ ചെയ്യണ്ട എന്ന് പറയുകയാണ്. പക്ഷെ അതോർത്ത് കൺമണി പേടിക്കണ്ട, കൺമണിയുടെ ജോലിയൊന്നും ഇവിടെ പോകില്ല. ആ കോൺട്രാക്ട് പീരീഡ് വരെ കൺമണിക്ക് ഈ ഓഫീസിൽ ജോലി ചെയ്യാം. പക്ഷെ ഡിസൈൻ സെക്ഷൻ അല്ല, കൺമണി ഓഫീസിൽ പണ്ട് എന്ത് ജോലിയാണോ ചെയ്തിരുന്നത് അതേ ജോലി തന്നെ ചെയ്യാം. ക്ലീനിങ് സെക്ഷനിൽ കൺമണിക്ക് ഈ ഓഫീസിൽ തുടർന്ന് ജോലി ചെയ്യാം. പണ്ട് ഈ ഓഫീസിൽ കൺമണി സ്വീപ്പറായിട്ടാണല്ലോ കയറിയത്, ഇനി മുതൽ കൺമണിക്ക് ഈ ഓഫീസ് അടിച്ചുവാരി തൂത്തുവാരി സ്വീപ്പറായിട്ട് ജോലി ചെയ്യാമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ്. തുടർന്ന് മാനസ കൺമണിയെ ഒന്ന് കളിയാക്കിക്കൊണ്ട് എന്താ കൺമണി എതിർക്കാൻ വല്ല ഭാവമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി ഞാനിത് എതിർത്താൽ മാനസ എന്നെ ഈ ജോലിയിൽ നിന്ന് ഒഴിവാക്കുമോ എന്ന് തിരിച്ചു ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് മാനസ ഒന്ന് ചിരിച്ചുകൊണ്ട് ഒരിക്കലുമില്ല, നീ എന്ത് പറഞ്ഞാലും ഈ ജോലിയിൽ നിന്ന് ഞാൻ നിന്നെ മാറ്റില്ല, നീ ഇനി മുതൽ ഈ കമ്പനിയിലെ സ്വീപ്പറാണ്. ഈ സമയത്ത് മാനസിയും ജയമോഹനും ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുകയാണ്. കൺമണിക്ക് നല്ല പണി കൊടുത്തല്ലോ എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് മാനസിയും ജയമോഹനും. തുടർന്ന് കൺമണി നേരെ ചെല്ലുന്ന ദേവ്ജിയുടെ അടുത്തേക്കാണ്. തുടർന്ന് കൺമണി ഉണ്ടായ കാര്യങ്ങളെല്ലാം ദേവ്ജിയോട് പറയുകയാണ്. എന്നെ തരം താഴ്ത്തിയിരിക്കുകയാണ്, എന്നെ സ്വീപ്പറാക്കിയിരിക്കുകയാണെന്ന് പറയുകയാണ്. തുടർന്ന് കൺമണി പിന്നെ ദേവ്ജിയോട് ഒരു കാരണവശാലും ഈ കാര്യം കൃഷി അറിയരുത് എന്ന് ആവശ്യപ്പെടുകയാണ്. സാർ ഇതെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകുമെന്ന് പറയുകയാണ്. തുടർന്ന് കാണിക്കുന്ന കൃഷ്ണകാനന്ദിനു വേണ്ടി സുജാതയും സാഗറും കൂടി കൃഷ്ണ അടുത്തേക്ക് ചെല്ലുകയാണ്. തുടർന്ന് കാറിൽ നിന്ന് സാഗർ സുജാതയും ഇറങ്ങുകയാണ്. തുടർന്ന് സുജാതയെ അവിടെ കണ്ട് കൃഷിന്റെ മുഖം കടന്നെല്ല് കുത്തിയ പോലെ വീർത്ത് കൃഷി അവിടെ നിന്ന് മാറി നിൽക്കുകയാണ്. തുടർന്ന് സാഗർ കൃഷിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഞങ്ങൾ ലേറ്റ് ആയോ എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് കൃഷി നല്ല ഗൗരവത്തിൽ ഞാൻ അച്ഛനോട് വരാനല്ലേ പറഞ്ഞത്, അല്ലാതെ അമ്മയോട് വരാൻ ഞാൻ പറഞ്ഞില്ലല്ലോ, എന്തിനാണ് അമ്മയും കൂട്ടിക്കൊണ്ട് വന്നതെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് സാഗർ എടാ ഞങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ സുജാതയെ കൂടെ കൂട്ടിയത്, നിന്നെ കാണാൻ വരുമ്പോൾ ഞങ്ങൾ 2 വണ്ടിയിൽ വരുന്നത് ശരിയല്ലല്ലോ, നാട്ടുകാരെ കൊണ്ട് എന്തിനാണ് പറയിപ്പിക്കുന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾ ഒറ്റ വണ്ടിയിൽ വന്നതെന്ന് പറയുകയാണ് സാഗർ. തുടർന്ന് കൃഷി എങ്കിൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ കൂടിക്കാഴ്ച പിന്നീടോ ആക്കാം എന്ന് പറയുകയാണ്. അച്ഛൻ മാത്രം വന്നാൽ മതി എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് സുജാത പിന്നെ സാഗറിനോട് ഇതിനാണോ സാഗർ അനിയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷും സാഗറിനോട് അതിനുള്ള മറുപടി കൊടുക്കുകയാണ്. അങ്ങനെ തുടർന്ന് കൃഷും സുജാതയും സാഗറിനെ തള്ളിക്കൊണ്ടാണ് അവർക്ക് രണ്ടുപേർക്കും തമ്മിൽ സംസാരിക്കാനുള്ളത് സാഗറിന്റെ മുഖത്ത് നോക്കി സംസാരിക്കുന്നത്. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.